നാച്ചുറലാണ്. നിന്റെ ഭാഷയിൽ വെള്ളം എന്താണ് ഭക്ഷണം അതുപോലെ കൊടുത്തിട്ട് ഞാൻ ഇതിനെ വളർത്തും. നോക്കിക്കോ, നിന്നെക്കാട്ടും നിന്റെ ബോഡി ഇപ്പൊ കണ്ടല്ലോ, നീ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നിന്റെ നാച്ചുറൽ ബോഡി എന്നുള്ളത്, അതിനെക്കാട്ടും സ്റ്റൈലായിട്ട് ഈ ബോഡി ഞാൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് കാണിച്ചു തരാം. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് യാസർദ മാസ്റ്റർ സൽമാൻ എന്ന് പറയുന്ന ഒരു പയ്യനെ കൊണ്ടുവന്നിട്ട് പറയുകയാണ് വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ച് എന്നെക്കാളും മികച്ച നാച്ചുറൽ ബോഡി സൽമാൻ ഉണ്ടാക്കുമെന്ന്. ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി. ഇപ്പം ഞാൻ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. വേറൊന്നുമല്ല, ഇപ്പോൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. ഇപ്പോൾ ഫിറ്റ്നസ് പരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം കാഴ്ചപ്പാടുകളൊക്കെ പലർക്കും പല രീതിയിലാണ്. നമ്മളിപ്പം സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ക്രിയേറ്റിൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ എക്സ്പീരിയൻസും നമ്മളെ കുറച്ച് ഇതും നമ്മളെ അറിവും നമ്മൾ അതെടുത്ത് എക്സ്പീരിയൻസ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണ്, ക്രിയാറ്റിനോ അല്ലെങ്കിൽ പ്രോട്ടീനോ ഏതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വർക്കൗട്ട് തന്നെ. ഇപ്പം ജിമ്മിൽ പോയി നമ്മൾ ഇപ്പം ബൈസെപ്സിന്റെ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നു, ടെക്നിക്കെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കും ഫോമും ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ആ കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് നമ്മൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് കുറെ പേര് അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ അതിന് നെഗറ്റീവ് ആയിരിക്കും. അപ്പം അത് അങ്ങനല്ല, ഇങ്ങനെയാണ്, നീ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പിന്നെ നെഗറ്റീവ് ആയിട്ട് മുമ്പോട്ട് വരും. അപ്പം അങ്ങനെ ഒരു മേഖലയാണ് ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ. ഇപ്പം ഒരുപാട് പേര് എന്തൊക്കെയോ അറിയാന്നുള്ള രീതിയിലൊക്കെ വന്ന് ഈ വീഡിയോസിന് മുമ്പിലും ചാനലിന് മുമ്പിൽ ഇരുന്ന് ഒരുപാട് പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മേഖലയാണ് ഫിറ്റ്നസ് ഇൻഡസ്ട്രി. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ വീഡിയോസ് ഇടാത്തത്. നമ്മളിപ്പോൾ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ചിലപ്പം കുറെ പേര് വന്നിട്ട് പറയാം അങ്ങനല്ല ഇങ്ങനല്ല. ശരിയാണ്, ഇപ്പോഴത്തെ നമുക്ക് ഫിറ്റ്നസ് പരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. ബൈസെപ്സിന്റെ വർക്കൗട്ട് തന്നെ പല രീതിയിലുണ്ട്, ട്രൈസെപ്സിന്റെ വർക്കൗട്ട് തന്നെ പല രീതിയിലുണ്ട്. സപ്ലിമെന്റ്സ് എടുക്കേണ്ട രീതി തന്നെ പലരും പല രീതിയിലാണ് എടുക്കുന്നത്. പല സമയങ്ങളിൽ എടുക്കാം, ഇന്ന സമയങ്ങളൊന്നും ഇല്ല, ഇന്ന സമയങ്ങളിൽ വർക്കൗട്ട് ചെയ്തതൊന്നുമില്ല, ഏത് സമയം വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സംഭവം ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്, ഫിറ്റ്നസും ബോഡി ബിൽഡിങ് രണ്ടാണ്, പക്ഷെ ഈ ഒരു സംഭവം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഇടയ്ക്ക് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അത് ഇഷ്ടക്കേടുണ്ടാവുന്നുണ്ട്, ഒരുപാട് പേർക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാറിയിരിക്കാന്ന് വിചാരിച്ചത്. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പൊ അധികം ഇടാറില്ല. പിന്നെ ചോദിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അതിന്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് അത് ശരിയായിട്ടുള്ള രീതിയിൽ ഞാനത് അതിന്റെ ആൻസർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറഞ്ഞാൽ ഇതൊരു കോമഡിയാണ് കേട്ടോ, കോമഡിയാണ്. എന്നാൽ തന്നെ അതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. അപ്പം അരുൺ, ഇപ്പൊ നാച്ചുറൽ സ്കാഡ്, യാസർദ മാസ്റ്റർ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസ് ഒക്കെ ഇവർക്കെതിരെയും യാസർദ മാസ്റ്ററിനെതിരെയും അരുൺ, ഏറ്റവും കൂടുതൽ വീഡിയോസ് ഞാൻ അരുണിനാണ് ചെയ്തിട്ടുള്ളത്, നാച്ചുറൽ സ്കോഡിന്. അപ്പം ഞാൻ അരുണിന്റെ എല്ലാ ആശയങ്ങളോടും ആദ്യം അരുണിന്റെ കാര്യത്തിലോട്ട് വരാം. ഇപ്പൊ നാച്ചുറൽ സ്കോഡിന്റെ ആശയങ്ങളോടല്ല എനിക്കൊരു പുള്ളിയുടെ ഒരു അരുണിന്റെ അടുത്തൊരു വിരോധം. ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ അന്നോട്ടെ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അരുണിനെതിരെ ചെയ്തിട്ടുള്ള ഫസ്റ്റ് വീഡിയോ തൊട്ട് ഞാൻ അവസാനം ചെയ്തിട്ടുള്ള വീഡിയോയിൽ വരെ പറയുന്നുണ്ട്, എനിക്ക് അരുൺ പറയുന്ന ആശയങ്ങളോ അല്ലെങ്കിൽ അരുൺ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനോടല്ല നാച്ചുറൽ. ഇപ്പൊ അരുൺ പറയുന്ന മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാം, നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ ഞാൻ എൻ്റെ ഫോളോവേഴ്സിനെ സഹായിക്കുന്നുണ്ടെന്നാണ്. ആ ഒരു കൺസെപ്റ്റിനാണ് അരുൺ അങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതും. ആ നാച്ചുറൽ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരാം അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അരുണിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ അത് അവന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനോട് ഞാൻ എതിർപ്പില്ല. ഓക്കെ, നല്ല കാര്യമാണ്, അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ ഈ പറയുന്ന പോലുള്ള സ്റ്റിറോയിഡും മരുന്നുകളും മെഡിസിനും അതെല്ലാം ചപ്പുചവറും കുത്തിക്കയറ്റി ബോഡി, അത് ഈ പറഞ്ഞ പോലുള്ള ഒരു ലോങ് ടൈം ബോഡിയല്ല, ഒരു ലൈഫ് ടൈം ബോഡിയല്ല നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈം ബോഡിയാണ്. ഒരു 2-3 മാസം കോമ്പറ്റീഷന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫാഷന്റെ പേരിൽ കുത്തിക്കയറ്റി ബോഡിയിൽ കുത്തിക്കയറ്റി പിന്നെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിനെതിരെയൊക്കെ വെല്ലുവിളിച്ച് നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന നല്ല ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ അതിന് 100% എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പം
പിന്നെ ഞാൻ അന്ന് എൻ്റെ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് വീഡിയോ തൊട്ട് ലാസ്റ്റ് വീഡിയോ വരെ അവനിക്ക് എതിരായിട്ട് സംസാരിച്ചത് ഒരേ ഒരു കാര്യത്തിലാണ്. ഫിറ്റ്നസും ബോഡി ബിൽഡിങ്ങും തമ്മിൽ കൂട്ടി യോജിപ്പിക്കലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് രണ്ടും രണ്ട് മേഖലയാണ്. ഫിറ്റ്നസ് ബോഡി ബിൽഡിംഗ് രണ്ട് മേഖലയാണ്. അത് മാത്രമേ ഞാൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളൂ, അതിന് മാത്രമേ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ. അതിനെതിരെയാണ് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെന്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം യാസർദ് മാസ്റ്റർ അരുണിന് എതിരെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ ഈ യാസർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പം അരുൺ എന്താണ് ഉദ്ദേശിക്കുന്നത്, യാസർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം യാസർ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ്, ഇപ്പം വിഷയത്തിലോട്ട് വരാം, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്നേ, ഇവരെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഇതെന്താ പ്രശ്നങ്ങളെന്നൊക്കെ അറിയാവുന്നതാണ്. അപ്പം ഈ കഴിഞ്ഞ 2 മാസം മുമ്പ്, ഏകദേശം നോമ്പിന് മുമ്പേ, അപ്പൊ ആ സമയത്ത് ഞാൻ ഇവർക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അരുണിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, യാസർ മാസ്റ്ററിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം 2 മാസം മുമ്പ് യാസർ മാസ്റ്റർ വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് എന്താ വെച്ചാൽ, ഒരു സൽമാൻ എന്നൊരു പയ്യനെ 2 മാസം കൊണ്ട് പുല്ലും ഭക്ഷണവും കൊടുത്ത്, എന്തോ പച്ചവെള്ളവും ഭക്ഷണവും മാത്രം കൊടുത്ത് നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നു. അപ്പം ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരുണ് ചില വീഡിയോസിന്റെ ഒക്കെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇതുപോലെ പറയുന്നുണ്ട് വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ചാണ്. അതൊരു ഇതായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു നോർമലി ഒരു ടോക്ക് ഉണ്ടല്ലോ, വെള്ളവും ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉൾപ്പെടുത്താം. ഇപ്പൊ വെള്ളവും ഭക്ഷണം കഴിച്ച് ഞാൻ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുകയെന്ന് പറയാൻ അങ്ങനെ ഒരു പ്രസ്താവന അരുൺ ചില വീഡിയോസിനകത്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ വെല്ലുവിളിച്ചിട്ട് യാസർ വന്നിട്ട് 2 മാസം കൊണ്ട് യാസറിന്റെ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനെ പിടിച്ച് മുമ്പിൽ കാണിച്ചിട്ട്, സൽമാൻ എന്ന് പറഞ്ഞൊരു പയ്യനെ മുമ്പിൽ കാണിച്ചിട്ട് 2 മാസം കൊണ്ട് ഞാൻ നാച്ചുറൽ ബോഡി ബിൽഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ഞാനും വീഡിയോ ചെയ്തായിരുന്നു. 2 മാസം കൊണ്ട് നാച്ചുറലായിട്ട് ഈ പയ്യനെ ബോഡി ബിൽഡ് ചെയ്ത് കാണിച്ചെങ്കിൽ ഫോളോവേഴ്സിന് മുമ്പിൽ കൊണ്ടുവന്ന്, വീഡിയോസിന് മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുവാണെങ്കിൽ യാസറെ നിന്നെ ഞാൻ നമിക്കുമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 മാസം കഴിഞ്ഞ്, ഇപ്പൊ നോമ്പും കഴിഞ്ഞ്, ഈ പറയുന്ന പോലെ അടുത്ത ഇനി എന്തോ വിഷുവും കഴിഞ്ഞ്, ഇനിയിപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ക്രിസ്മസും കഴിഞ്ഞ് ഇപ്പം എന്തായാലും ഇത് നടപടിയാവുന്ന കേസല്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊന്നല്ല, ആ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലായി. ഇപ്പം യാസറിന്റെ കമന്റിലെല്ലാം പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കും പറയാനുള്ള ഒരു കാര്യമാണ്. ഇപ്പം അരുൺ അത് കഴിഞ്ഞിട്ട് ഇപ്പം റീസെന്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, യാസറിനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട്, യാസർ മുങ്ങി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോസ് കഴിഞ്ഞിട്ട് യാസർ അതിന് പ്രതികരണമായിട്ട് വരുന്നുണ്ട്. ഉമ്മ മരിച്ചു, അതുപോലെ നോമ്പിന്റെ ഇടയ്ക്ക് വൈഫിന്റെ ഉപ്പ മരിച്ചു. അപ്പം അതൊക്കെ കേട്ടിട്ട്, മരണമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷെ ഇതും അതുമായിട്ട് കൂട്ടി കലർത്തുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുമായിട്ട് എന്താണ് യാസറെ ബന്ധം? ശരി, കുറച്ച് സമയം ഡിലേ ആയി, പക്ഷെ എന്നാലും നീ വെല്ലുവിളി ഏറ്റെടുക്കണം. നീ വെല്ലുവിളിച്ചത് ഈ പ്രൈവറ്റ് ആയിട്ട് വന്നിരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ, അല്ലെങ്കിൽ അങ്ങനെയല്ല വെല്ലുവിളിച്ചത്. പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയ മുമ്പിൽ വന്നിരുന്നിട്ട് അതും വീഡിയോസ് ഇട്ടാണ് നീ വെല്ലുവിളിച്ചത്. അപ്പം നീ ആ വെല്ലുവിളി ഏറ്റെടുക്കണം. ഞാൻ അന്നേ നിനക്ക് ഈ പറഞ്ഞപ്പോഴേ ഞാൻ നിനക്കിതൊരു വീഡിയോ ചെയ്തായിരുന്നു, യാസറെ 2 മാസം കൊണ്ട് നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ വാചകാടിയാണ്, അല്ലാതെ വേറെ ഇത് 2 മാസം കൊണ്ട് നടക്കാൻ പോകുന്നില്ലെന്ന് ഞാനും പറഞ്ഞായിരുന്നു, അരുണും പറഞ്ഞായിരുന്നു. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ അരുണിനെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. 100% അരുണിനെ സപ്പോർട്ട്, ഈ ഒരു കാര്യത്തിൽ അരുണിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അരുണിന്റെ കോൺഫിഡൻസ് ലെവല്, അപ്പം 2 മാസം കൊണ്ട് അവൻ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നല്ല ബോഡി സെറ്റാക്കി. ഇപ്പൊ അരുണിന്റെ ബോഡി ഏകദേശം അത്യാവശ്യം നല്ല ഇതായിട്ടുണ്ട്. ഞാൻ അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. നാച്ചുറൽ സ്ക്വാഡിനെ അരുണിനെ 100% ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാസറെ നീ ആ വെല്ലുവിളി ഏറ്റെടുത്തിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാനിപ്പോ ഈ വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് അരുണിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നീ പത്തി മടക്കി നീ മാളത്തിൽ ഓടിച്ചുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ അരുണിനെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. ആ ഒരു കാര്യത്തിൽ അരുണ് കോൺഫിഡൻസ് ലെവലിൽ തന്നെയാണ് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നതും വെല്ലുവിളിക്കുന്നത് കേട്ടോ. കാരണം അരുണിനും അറിയാം, എനിക്കും അറിയാം. നീ ആ വീഡിയോ ഇട്ടപ്പോഴേ ഞാനും പറഞ്ഞിരുന്നു, അരുണും പറഞ്ഞിരുന്നു, അരുണിന്റെ ഫോളോവേഴ്സും പറഞ്ഞിരുന്നു, ഈ ഒരു 2 മാസം കൊണ്ട് നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പുതിയൊരു ഡോക്ടറിനെ കൊണ്ടിരുത്തിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ യാസറിന്റെ ജിമ്മിലെങ്ങാണ്ട് വന്നൊരു ജിമ്മില്, നാട്ടിലാണോ ഞാൻ അവിടത്തെയാണെന്ന് അറിയത്തില്ല, ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ഒരു ഡോക്ടർ. ജിമ്മാകുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ജിമ്മിലൊക്കെ, ഞാൻ ട്രെയിനറായിട്ട് ഇരുന്ന ജിമ്മിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഡോക്ടർമാർ വന്നിട്ടുണ്ട്, ഇപ്പം കോളേജിലെ ലെക്ചർമാർ വന്നിട്ടുണ്ട്,
പാർട്ടി ബേസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, MLA വരെ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് മേഖലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ഡോക്ടർമാർ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഏതോ ഒരു ഡോക്ടറിനെ പിടിച്ചിരുത്തിട്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിനെ ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ട് എന്തൊക്കെയോ അവിടെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഏത് ഡോക്ടറാണെന്ന്, പല ദന്ത ഡോക്ടറാണോ, മറ്റേ അസ്ഥി ഡോക്ടറാണോ, എന്ത് ഡോക്ടറാണെന്ന് കൂടി പറഞ്ഞാലെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ഡോക്ടറാന്ന് പറയുന്നുണ്ട്, പുള്ളിയെ മുമ്പിൽ പിടിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, അയാൾ പറയുന്നുണ്ട് ഞാൻ യാസറിന്റെ ക്ലയന്റ് ആണ് ഒരു ഡോക്ടർ. പിന്നെ അയാൾ പറയുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെ കേട്ട് വിശ്വസിക്കും? അതല്ല, ഡോക്ടർ എന്താണ് പറയുന്നത്, എവിടെ എന്തുവാണ് ചോദ്യം ചോദിക്കുന്നത്, എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്, എന്ത് ആൻസറാണ് അത് കിട്ടുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഒരു എന്താ പറയാ, അല്ല അതിനകത്ത് നമ്മൾ ഇത് ബലൂണിനകത്ത് കാറ്റിറച്ചിട്ട് ഊഴി വിടുന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതാണ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി. ഞാൻ ഫുള്ള് കണ്ടു കേട്ടോ, അതെനിക്ക് ഒരു ചുക്കും എനിക്ക് മനസ്സിലായില്ല. ഒരാളെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നു, ഡോക്ടറാന്ന് പറയുന്നു, അതിനകത്ത് കുറെ ചോദ്യം, 2-4 ചോദ്യം ചോദിക്കുന്നു. ആകെ 2 ചോദ്യം മാത്രമേ അതിനകത്ത് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ, വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. മറ്റേ എല്ലാ സപ്ലിമെന്റ്സ് എടുക്കുന്ന കുട്ടികളുണ്ടാവും എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ വെല്ലുവിളിയുമായിട്ട് വന്ന യാസർ വാലും ചുരുട്ടി മാളത്തിൽ ഒളിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു കാര്യത്തിൽ ഞാൻ അരുണിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഈ ഒരു കാര്യത്തിൽ. കാരണം അവന്റെ കോൺഫിഡൻസ് ലെവല്, അവൻ നല്ലോണം വർക്കൗട്ട് ചെയ്ത് അവൻ ഫോളോവേഴ്സിന്റെ മുമ്പിൽ ബോഡി ഷോ കാണിക്കുന്നുണ്ട്, അവന്റെ മസിൽ മെമ്മറി എല്ലാം അവൻ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് 2 മാസം കൊണ്ട്. പക്ഷെ യാസറെ, നീ ഒരു കാര്യം ചെയ്യോ, നിനക്ക് ഇനി നമ്മൾ സമയം തരും. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഇപ്പം പറയുന്നത് കേട്ടോ. ഞാൻ അല്ലാതെ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ നിർത്തി. കാരണം ഫിറ്റ്നസ് ഇപ്പൊ ഞാൻ അരുണിനെതിരെ ഒരു വീഡിയോ ചെയ്യുന്നില്ല, നിനക്കെതിരെ ഒരു വീഡിയോ, യാസറിനെതിരെ ഒരു വീഡിയോ ചെയ്യുന്നില്ല, നിനക്കെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നില്ല, നിർത്തി. കാരണം സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസ് അരുണിനെതിരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ ഒരു വീഡിയോസ് പോലും എനിക്ക് റിയാക്ട് ചെയ്തിട്ടില്ല. 1-2 ലൈവിലൊക്കെ ആരൊക്കെ പറയുന്ന കേട്ടായിരുന്നു, ഗ്രൂപ്പിലൊക്കെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തോ റീച്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ നമ്മൾ അത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി ചില കാര്യങ്ങളിൽ കേട്ടോ. എനിക്ക് നിന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് പക്ഷെ നീ പറയുന്ന കൺസെപ്റ്റ് ഒക്കെ നല്ലതാവണേ. കാരണം നീ പറയുന്ന കാര്യങ്ങൾ നല്ലതായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ബോഡി ബിൽഡിങ് വന്നു കഴിഞ്ഞാൽ കുറെ ഈ പറയുന്നിട്ടുള്ള കുറെ ഡ്രഗ്സിന്റെ ഉപയോഗം അതൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഈ പറഞ്ഞിട്ടുള്ള മെഡിസിനൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ സത്യം പറഞ്ഞാൽ ഈ ഫിറ്റ്നസ് പരമായിട്ട് ഇപ്പം അരുണിനെതിരെയും അല്ലെങ്കിൽ യാസറിനെതിരെയും ഉള്ള ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ നിർത്തിയാണ്. ഇത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് കൂട്ടണ്ട. ജസ്റ്റ് എനിക്ക് എൻ്റെ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമുക്കൊരു അഭിപ്രായങ്ങളുണ്ടല്ലോ, ആ ഒരു അഭിപ്രായമാണ് ഞാനിപ്പം പറയുന്നത്. അപ്പം ഈ യാസറിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ അരുണ് പറഞ്ഞ പോലെ ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, യാസറെ ഇച്ചിരി ഉളുപ്പും ഇതും ഉണ്ടെങ്കിൽ, തൊലിക്കട്ടി ഉണ്ടെങ്കിൽ, നീ ഒരു 3 മാസം നമ്മൾ പറയുവാണ്, പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാനും പറയുവാണ്, ഒരു 3 മാസം നീ ടൈം എടുത്തു. 3 മാസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ സൽമാനെ നീ കൊണ്ട് കാണിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് അരുണ് പറഞ്ഞ പോലെ അവന്റെ നിലവിലെ ബോഡിയെങ്കിലും നീ ഒന്ന് കാണിക്കുക. പോയിട്ട് കാണിച്ചാൽ മതി, നമ്മൾ വെയിറ്റ് ചെയ്തോളാം. പക്ഷെ നീ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ വെല്ലുവിളി നീ സ്വീകരിക്കണം. പക്ഷെ അത് 2-3 കൊല്ലം കഴിഞ്ഞിട്ടല്ല വെല്ലുവിളി സ്വീകരിക്കേണ്ടത്. ഇപ്പം തന്നെ 3 മാസം കഴിഞ്ഞ് നീ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് 3-4 മാസം കൊണ്ടായി. 2 മാസമാണ് നീ പറഞ്ഞിട്ടുള്ളത്. 1 മാസം പറയാതിരുന്നത് കാര്യമായി. എന്തായാലും സംഭവം കോമഡി ആയിട്ടുണ്ട്. ഞാനത് കണ്ട് നിന്റെ വീഡിയോ കണ്ട് ചിരിച്ച് എൻ്റെ ഊപ്പാട് വന്നത് കേട്ടോ. എനിക്ക് ചിരിയാണ് വന്നത്. ആ ഡോക്ടറിനെ പിടിച്ചെടുത്ത വീഡിയോ അത് കണ്ടിട്ട് ഞാൻ ചിരിച്ച് ഊപ്പാട് വന്നുപോയി. നിന്നെ കൊണ്ട് ഇത് സാധിക്കുക സാറേ. ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ മണ്ടനെ കൊണ്ടൊന്നും ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. നീ ഒന്നെങ്കിലും നീ ഈ അരുണിനെതിരെയുള്ള വീഡിയോ നിർത്തി നിന്റെ കണ്ടന്റുമായിട്ട് നീ മുമ്പോട്ട് പോകും. അതാണ് വേണ്ടുന്നത്. ഒരു ഉളുപ്പുണ്ടെങ്കിൽ, ഇച്ചിരിയെങ്കിലും തൊലിക്കട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നീ എന്തിനാണ് അവനെയും പിടിച്ചുകൊണ്ട് പോകുന്നത്? ഞാൻ അരുണിന്റെ കുറച്ച് കാര്യങ്ങൾ അവൻ പറയുന്ന എല്ലാ ആശയങ്ങളോടല്ല, അവൻ സത്യം പറഞ്ഞാൽ അരുണിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ ഞാൻ നേരത്തെ ഞാൻ അംഗീകരിച്ചിട്ടുള്ളവനാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതിന് മുമ്പേ ഞാൻ അരുണിന്റെ വീഡിയോസ് ഞാൻ കാണുന്നവനായിരുന്നു. പക്ഷെ അവൻ ചില സമയങ്ങളിൽ ബോഡി ബിൽഡിങ്ങിനെയും ഫിറ്റ്നസിനെയും കൂട്ടി കലർത്തി പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അരുണിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത്.
പക്ഷെ അവന്റെ ഈ ആശയം സത്യം പറയുവാണെങ്കിൽ അത് 100% സത്യം തന്നെയാണ്. ഞാനത് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോ അരുണിനെതിരെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ 100% ഞാൻ അരുണിനെ സപ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ. ഫുൾ സപ്പോർട്ട് ഞാൻ അരുണിന് കൊടുക്കുവാണ്. നീ ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ ഇവിടെ വന്നിരുന്നിട്ട് നീ കുറെ ഏതോ ഒരു ഡോക്ടറിനെ പിടിച്ച്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏത് സർട്ടിഫിക്കറ്റ് ഉള്ള ഡോക്ടറാണോ, വല്ല ദന്ത ഡോക്ടറോ, എനിക്ക് തോന്നുന്ന വല്ല മൃഗ ഡോക്ടറെങ്ങാണോ ആയിരിക്കും കേട്ടോ. അതിനകത്തുള്ള പഴയ സിനിമയിലേ അല്ല മൃഗ ഡോക്ടറിനെ പിടിച്ചിട്ട് മനുഷ്യനെ ചികിത്സിക്കൊണ്ട് തീർത്തതില്ലേ, എന്ത് ഡോക്ടർ പശുപതി, അതിനകത്ത് കണ്ടാ തോന്നുന്നു. അങ്ങനെ ഒരു സിനിമയുണ്ട്. അപ്പം അതിലൊരു അവസ്ഥയാണ് നിന്റെ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പം കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ യാസറെ, നിന്നെ ഫോളോ ചെയ്യുന്ന ഇതിനെ അതിൽ ഞാൻ ആലോചിക്കുന്നത് യാസറിനെ ആരുടെ ഈ ഫോളോ ചെയ്യുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറെ കമന്റ്സിലൊക്കെ കുറെ സപ്പോർട്ടൊക്കെ കാണുന്നുണ്ട് യാസറിനെ. ഞാൻ ആലോചിക്കുന്നത് ഇത്രയും മണ്ടത്തരങ്ങളൊക്കെ എഴുന്നള്ളിക്കുന്നത് വേറെ ഒരു കണ്ടന്റും ഇല്ല യാസർ. നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ. ബോഡി ബിൽഡിങ്ങിന് എതിരെ സംസാരിക്കുന്ന അരുണിനെ ഞാൻ എന്തോ കൂടെ നടന്ന് എന്തോ പൊളിച്ചടുക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ പൊളിച്ചടിക്കുവോ നീ? പൊളിച്ചടിക്കുവോ? ആദ്യം നീ അവന്റെ ആശയവും അവൻ പറയുന്ന ഫോളോവേഴ്സിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കുക. ഓക്കെ, മെഡിസിനൊക്കെ എടുത്തു, പക്ഷെ അവൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഇതുണ്ടല്ലോ നാച്ചുറൽ ആയിട്ടുള്ള, അത് നല്ല കാര്യം തന്നെയാണ്. അത് ഞാനും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബോഡി ബിൽഡിങ്ങും അതുപോലെ ഇപ്പം ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിക്ക് നല്ലതല്ലെന്ന് ഇപ്പം ഏത് കൊച്ചു മുട്ടയിൽ നിന്ന് വിരിയുന്ന പിള്ളേർക്ക് വരെ അറിയാവുന്നതാണ്. മെഡിസിനും എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ടൈം വെച്ച് യൂസ് ചെയ്യാതെ ഇപ്പം കണ്ടിന്യൂ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോഡിക്ക് കേടാണ്. അല്ലാതെ തന്നെ കേട് കഴിഞ്ഞാൽ ആ സാധനം ബോഡിക്ക് കൊടുത്താൽ തന്നെ കേടാണ്, സൈഡ് എഫക്റ്റ് ആണ്. ഇപ്പം അത്രയൊക്കെയുള്ള എനിക്കും പറയാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ യാസറിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. അപ്പം കുറച്ചെങ്കിലും നട്ടലുണ്ടെങ്കിൽ നീ വെല്ലുവിളി സ്വീകരിക്കുകയാണെന്നാണ് എനിക്കും ആ വീഡിയോസ് കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും പറയാനുള്ളത്. ആ കമന്റ്സിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു. ആ ഒന്നുകിൽ വെല്ലുവിളി സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇതിനെതിരെ വീഡിയോ ഇടാതെ നീ നിന്റെ കണ്ടന്റുമായിട്ട് മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ നെഗറ്റീവിന്റെ പൊങ്കാല കൊണ്ട്, ചീത്തവിളിയുടെ പൊങ്കാല കൊണ്ട് അഭിഷേകമായിരിക്കും കേട്ടോ നിനക്ക്. ഒരു വീഡിയോ നിനക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അപ്പൊ എന്തായാലും എന്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോ കാണുന്ന എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായം ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.